പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളടയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ അനുരാഗം തോന്നിപ്പോയ ഒരു ലക്ഷം കള്ളം കൊണ്ട് ഈ ലക്ഷ്യം നേടും നേരം അവർ ലക്ഷ്മി ദേവിയായി ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളടയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ പല വേഷം കെട്ടും മടവായിരം നാത്തുമ്പത്തായി നുണയായിരം നാം ഒന്നായി ചേരും നിമിഷത്തിനായി കൂടെ തന്നെ പോന്നീലയോ നറുമുല്ലപ്പൂവിൻ വിരിയിൽ ചെറുനാടം മൂടും ചിരിയിൽ ഈ ജന്മം തേടും സാഫല്യമാ ഈ ജന്മം തേടും സാഫല്യമാ ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളടയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ മണിമിന്നം മിന്നം തിരിയായി നീ ഇനിയെന്നും മുന്നിൽ തെളിയില്ലയോ പരമഞ്ഞൾ ചേരുമുടലാകെ വിരലോടി തളരും യാമങ്ങളാ ഇവിടെല്ലാം എല്ലാം ശുഭമായി നിറസ്നേഹം വീട്ടും സ്വരമായി മനസാനന്ദത്തിൻ ആകാശമായി മനസാനന്ദത്തിൻ ആകാശമായി ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും വീണ്ടും ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരം. Apologies to my language, English is not that better, so I would like to talk in my mother tongue, Pacha Malayalam. ഇല്ല, നമ്മള് മറ്റു ഭാഷകൾ മനസ്സിലാകാത്ത ഇടങ്ങളിൽ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരാറുണ്ട്. അത് നമ്മുടെ നാട്ടുകാർ കേൾക്കുന്നില്ലാത്തത് കൊണ്ട് എന്തും സംസാരിക്കുന്ന രീതി നമുക്കുള്ളത് കൊണ്ടും അതങ്ങനെ പോകും. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മുടെ സഹോദരങ്ങളും അതിലുപരി നമ്മുടെ കുഞ്ഞുങ്ങളും ഉള്ളിടത്ത് ഒരുപാട് അർത്ഥങ്ങൾ സംസാരിക്കേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ പോകാം. ഏതായാലും കോമലക്കിഴക്കേതിൽ ശങ്കരൻ നായരുടെയും മാധവി അമ്മയുടെയും മക്കളുടെ മക്കൾ വർഷങ്ങൾ കഴിഞ്ഞ് പറ്റിയ അത്രയും ആൾക്കാര് വീണ്ടും ഒരിക്കൽ കൂടി
അഥവാ ഒരുപാട് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ചു കൂടാൻ പറ്റിയത് ഒരു മഹാഭാഗ്യം എന്ന് പറയാതെ വയ്യ. അതിന് നമ്മളെ തുണച്ചത് ആ രണ്ട് വ്യക്തികളുടെ, ഞാൻ പറഞ്ഞ കോമല കിഴക്കേതിൽ അഥവാ പന്തലാറ്റിൽ ശങ്കരൻ നായരുടെയും മാധവി അമ്മയുടെയും അനുഗ്രഹം മാത്രമാണ്. കാരണം നമുക്ക് വരെ അറിയാം, രണ്ടാം തലമുറയ്ക്ക് അറിയാം, കങ്ങഴ എന്ന സാധാരണ ഗ്രാമത്തില് സാധാരണ നിലയിൽ നിന്ന് വളർന്ന, സാധാരണ അത് ഒരു നമ്മളിപ്പോ പറയുന്ന മിഡിൽ ക്ലാസ് ഒന്നുമല്ല, അതിലൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്ന രണ്ടുപേര്, അവര് തുടക്കം കുറിച്ച ഒരു കുടുംബം, അവര് കടന്നു വന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾക്കിടയിൽ അവര് ആർജിച്ച അറിവ്, നന്മ, ഇതിന്റെയൊക്കെ പരിണിത ഫലമാണ് നമ്പറിൽ വളരെ കുറച്ചാണെങ്കിലും ഉയരങ്ങളിൽ ഒരുപാട് എത്തിച്ചേർന്ന ഒരു അനന്തര തലമുറ ഉണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മിനിറ്റ് ആ രണ്ട് വ്യക്തിത്വങ്ങളുടെ ഓർമ്മയ്ക്ക് മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് അനൗപചാരികമായ ഈ യോഗം തുടങ്ങാം. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ പോലെ തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, ഒരു പക്ഷേ നമ്മളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കങ്ങഴ വല്യച്ഛൻ എന്ന കങ്ങഴ മഹാദേവൻ ചെലുത്തുന്ന സ്വാധീനം നമ്മുടെ കുടുംബപരദേവതയല്ല കങ്ങഴ മഹാദേവ ക്ഷേത്രത്തിലെ ശിവൻ, പക്ഷേ നമ്മളുടെ ഗ്രാമദേവതയാണ്. പക്ഷേ കങ്ങഴ മഹാദേവൻ നമ്മളുടെയൊക്കെ മനസ്സിൽ കങ്ങഴ വല്യച്ഛൻ തന്നെയാണ് നമ്മളെ കാത്തുരക്ഷിക്കുന്ന കങ്ങഴ വല്യച്ഛൻ. അപ്പോ ഈ ഒരു കൂട്ടായ്മയ്ക്ക് അപ്രതീക്ഷിതമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കൂടാനായ ഈ കൂട്ടായ്മയ്ക്ക് ശ്രീ മഹാദേവനോടും ഞാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഭക്തിയുടെ ഒരു പിടി പൂക്കൾ അർപ്പിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ അനൗപചാരികമെന്ന് ആദ്യം തന്നെ പറഞ്ഞെങ്കിലും എന്റെ മകളെപ്പോഴും ചീത്ത പറയുന്നത് പോലെ എന്റെ ഭാഷ അല്ലെങ്കിൽ എന്റെ സംഭാഷണ ശൈലി ഈ ഔപചാരികതയ്ക്ക് വഴിമാറും. അതിന് ക്ഷമ ചോദിക്കുന്നു, കാരണം ഇതാ എന്റെ സാധാരണ രീതി. വരാൻ പറ്റി അത്ര ആൾക്കാർക്ക് വരാൻ പറ്റി, വളരെ നല്ല കാര്യം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോ അലഞ്ഞു തിരിയുന്ന ഞാൻ മുതല് ആകാശത്ത് പറന്നു നടക്കുന്ന കിരൺ വരെയും ഒരു പോലീസ് നഗരത്തെ, ഒരു പോലീസ് ജില്ലയെ നയിക്കുന്ന ദിവ്യയും ഒരുപാട് അവശ മനസ്സുകൾക്ക് അല്ലെ അവശത അനുഭവിക്കുന്ന മനസ്സുകൾക്ക്, ശരീരങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന ഒരുപാട് ഡോക്ടർമാരും, അങ്ങനെ സമൂഹത്തിന്റെ നാനാ കോണുകളിൽ, നാനാ ജില്ലകളില് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് പേര്. അത് എല്ലാവരും നല്ല നിലയിൽ, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ വല്യച്ഛന്റെയും അമ്മയുടെയും സർവോപരി കങ്ങഴ വല്യച്ഛന്റെയും അനുഗ്രഹവും നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ പ്രാർത്ഥനയും ഭാഗ്യവും ഒക്കെ ഉണ്ട്. അതിന് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തെ സ്മരിക്കുന്നു. ഈ തലമുറ കഴിഞ്ഞാൽ ഒരു പക്ഷേ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പം ഭാഗ്യത്തിന് നമുക്ക് എല്ലാവർക്കും കണ്ടാലും ഇന്നാരെന്നൊക്കെയെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം കണ്ട് പരസ്പരം വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും ഇന്നാരെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഔപചാരികതയുടെ പേരിൽ, ഒരു യോഗത്തിനൊരു ഔപചാരികത വേണം. ആ ഔപചാരികതയുടെ പേരിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു പോവാം. അതിപ്പം നമ്മളൊരു യോഗമാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടായ്മയാണെങ്കിലും ഒക്കെ പോലീസ് പറയുന്നത് നിയമം അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമനുസരിച്ചാണോ അതോ ഇരിക്കുന്ന പരിക്രമത്തിനാണോ എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക്
മുന്നോട്ട് പോകാം. എങ്ങനെ പോണ്ടേ? ഓക്കെ. അപ്പം ബാക്കി കുഞ്ഞുങ്ങൾക്കും ഈ പ്രായ ഘടന ഒന്ന് മനസ്സിലാവുകയും ചെയ്യും. കാരണം ആരെ ചേട്ടാന്ന് വിളിക്കണം. പ്രായത്തിൽ മൂത്ത ആളെയും ചേട്ടാന്നൊക്കെ വിളിക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്നാലും ഇനിയിപ്പോഴാണ് ഇനി ചേട്ടനാണ്, ഇനിയാണ്, ചേട്ടത്തിയാണ് എന്നൊക്കെ ഉള്ള ഓർമ്മ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രായം വെച്ചിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യോഗത്തില് ഏറ്റവും മൂത്തത് ഞാനല്ല. ഈ യോഗത്തിലുള്ളതിൽ കുടുംബത്തിലെ കോമല കുടുംബത്തിലെ കണക്ക് പറയുമ്പോഴത്തേന് വി ആർ സത്യദേവ് എന്ന ദേവനായിരിക്കും. പക്ഷെ ഈ യോഗത്തിലെ കാരണവരെന്ന് പറയുന്നത് അല്ലിയണ്ണാണ്. അല്ലേ? ഏറ്റവും മൂത്ത അല്ലിയണ്ണല്ലേ? അല്ലേ? അപ്പൊ അല്ലിയണ്ണ തൊട്ട് അല്ല അനിലിയേട്ടൻ തൊട്ട് നമുക്ക് പരിചയപ്പെടുത്തൽ തുടങ്ങാം. നമുക്ക് ഓരോരുത്തരെയും എല്ലാവരും കൂടെ ഓരോരുത്തരെയും വിളിക്കാം. പരിചയപ്പെടുത്തലിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സ്നേഹാദരങ്ങളോടെ ഈ യോഗത്തിന്റെ പേരിൽ വേദിയിലേക്ക് ശ്രീ അനിലിയേട്ടനെ ക്ഷണിക്കുന്നു. അനിലിയേട്ടൻ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഒരു നല്ല കൈയടിയോടെ തുടങ്ങാം. 2-3 ദിവസമായിട്ട് ഷാറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്നേഹിക്കുകയായിരുന്നു. എന്നിട്ടെങ്ങനെ നടന്നില്ല. മൂത്ത ഏതാണ്ട് തന്നെ വന്നിരുന്നു. ഞാൻ വേറെ ആലോചിക്കുകയാണ്. ഈ കോമള കുടുംബങ്ങളുടെ മക്കള് മാത്രമല്ല, മരുമക്കളുടെ തുടങ്ങിയാലോ. ഞാൻ മിക്കവാറും പ്രസിഡന്റ് ആകുന്നത്. ഞാൻ അല്ലിയേട്ടൻ ഭർത്താവ് കെട്ടിക്കെട്ടിന് ഇടങ്ങത്താണ് ഞാൻ പറയുന്നത്. മക്കളെ 2 പേരും ശിവാനി, സിദ്ധാർത്ഥം. ഞാൻ ആരോഗ്യത്തിൽ വരും ആദ്യമാണ്. വാഴൂർ കാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കുറുപ്പന്തറ മാലിന്യ പഞ്ചായത്ത് പേര് സിദ്ധാർത്ഥ്. ഞാനിപ്പം വീടകര പഠിക്കുന്നു. തോന്നിയ ദിവസമല്ല, നേരെ 2 വാക്ക് പറയട്ടെ. വരുമ്പോ തോന്നിയ മാസമായി. കന്നഡയിലെ 3ാം സ്ഥാനക്കാരി അല്ലേ? 2ാമത്തെ ചേച്ചി 3ാമതായി എത്തി. കൊച്ചാട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു അനുഗ്രഹത്തിന് കങ്ങഴ മഹാദേവന്റെ മുന്നില് ഇത്രമാത്രം പ്രണാമം അർപ്പിച്ചാലും മതിയായില്ല. എല്ലാരും നമ്മള് കങ്ങഴ മഹാദേവൻ എന്നല്ല, കങ്ങഴ വെള്ളിച്ചൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ? ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോ കങ്ങഴ വെള്ളിച്ച, നമ്മുടെ വെളിച്ചനും, ഞങ്ങളുടെ ഭാഷയിൽ വെളിച്ചൻ, നിങ്ങൾ അപ്പൂപ്പൻ. അപ്പം ആ കങ്ങഴ വെളിച്ചനെ ആരെയും നമുക്ക് വിളിക്കുന്ന അറിയില്ല. 2 പേരെ ഒരുപോലെ ആ ഒരു കങ്ങഴ വെളിച്ചനായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ അമ്മൂമ്മയെ പറ്റി പറയാൻ എനിക്ക് ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവരുടെ കൂടെ താമസിക്കാൻ. അപ്പം അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും ആ ലാളനെ ഏറ്റ് ഏതാണ്ട് 4ാം ക്ലാസ് വരെ അവിടെ നിൽക്കാനായിട്ടൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുമ്പോ എനിക്ക് അവരെ 2 പേരെ എന്റെ 2 കണ്ണിലും കാണുകയാണ്. കാത്ത് അവിടുന്ന് 4ാം ക്ലാസ്സിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇടയ്ക്ക് ചെല്ലുമ്പോ കാത്തിരിക്കുവാണ് നമ്മൾ ചെല്ലാൻ വേണ്ടി. നിങ്ങൾ ദൂരെ ആയതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ചെല്ലുന്നുണ്ടോ? പക്ഷെ അതിലും നമ്മൾ കൂടെ നിന്നുകൊണ്ട് നമ്മളോട് കൂടുതൽ കാണുമ്പോ ഒരു ദേഷ്യപ്പെട്ടാണ്. അല്ലാതെ എന്നാ മോളേന്നൊന്നും ചോദിക്കുന്നില്ല. വേറൊരു ഭാഷയാണ്. എവിടെ പോയി കിടക്കുമായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു അതിന്റെ കൂടെ ഒരു പാലും കൂടി ഉണ്ട്. അപ്പം കാത്തിരിക്കുകയാണ്. ഒരു ഞാലിപ്പൂമ്പഴം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ അത് കറാന്നുള്ള ഞാലിപ്പൂമ്പഴം കാത്തു വെച്ച് ഇരിക്കുന്ന ആ ഒരു വെള്ളിച്ച്. പിന്നെ നമ്മൾ മുറുക്കാനിടിച്ച് കൊടുക്കുന്നു. ചെന്ന് കഴിഞ്ഞ് ആ മുറുക്കാനിടിച്ച് കൊടുക്കുന്നു. അതിന്റെയൊക്കെ ആ വെറ്റയുടെ മണം എന്റെ മൂക്കിൽ ഇപ്പോഴും ഉണ്ട്. ചെന്നിരുന്നാൽ ആ ഒപ്പം പഴക്ക പിടിച്ച് അച്ഛന്റെ ഒപ്പം ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കാണും ഒരുപാട് ഓർമ്മകൾ അല്ലെ? നമ്മുടെ ഓണം, നമ്മുടെ വിഷു, എണ്ണതേര് അല്ലെ? ഒരുപാട് എല്ലാവരും കൂടെ വന്നുള്ള ആ ബഹളം, അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു, ഒരുപാട് മിസ് ചെയ്യുന്നു. എങ്കിലും അതിനിടയിൽ ഇങ്ങനെ ഇത്രയും നല്ലതായിട്ട് ഒരുമിച്ചൊന്നും കൂടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇനി എന്താ പറയാനുള്ളത്? ഇത് മതിയല്ല, ഇനി എല്ലാവർക്കും വേണം. മോട്ടേക്ക് ശിവാനി. ഞാൻ എന്റെ പേര് പറഞ്ഞിരിക്കുവായിരുന്നു. ഫുൾ നെയിം ശിവാനി സായി.
കൊല്ലം അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ വിചാരിച്ചില്ല അവരോട് ഇത്രയും കൊണ്ടുകൊടുക്കുക. അല്ല, അടുത്ത തലമുറയിലെ കാരണവത്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും കൂടുതൽ സംസാരിക്കാൻ അവൾ ബാധ്യസ്ഥയാണ്. മൈക്ക് വീണ്ടും കൈമാറും. ഇനിയിപ്പം പ്രത്യേകിച്ച് കുട്ടികളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അവർ രണ്ടുപേരും കല്ലൂരിൽ ലക്ഷണം കണ്ടിട്ടുണ്ട്, ദിവ്യച്ചിട്ടനും പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര കൂട്ടായി. ഇപ്പം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി. ഇനിയിപ്പൊ കാണുമ്പോ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അതാണ് ഗ്രൂപ്പ് തുടങ്ങി. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കൂട്ടായ്മ ഇന്നത്തെ യോഗം ഓർമ്മയിൽ വയ്ക്കുന്നത് 2 ബദൽ ഗ്രൂപ്പുകളുടെ ആവിർഭാവത്തിന്റെ ദിവസം എന്ന നിലയിലായിരിക്കും. ഒന്ന് മരുമക്കളുടെ ഗ്രൂപ്പ്, കൊച്ചുമക്കളുടെ ഗ്രൂപ്പ്. ഏതായാലും ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് മാണിസാറ് പറഞ്ഞതുപോലെ വളരുന്തോറും വളരുകയും വളരുന്തോറും പിളരുകയും ചെയ്യുന്നു പറഞ്ഞ പോലെ നമ്മളുടെ കോമല കുടുംബത്തിന്റെ കൂട്ടായ്മ കൂടുതൽ ശക്തമാകാനുള്ള ഒരു നിമിത്തമായി ഈ യോഗം മാറും എന്ന പ്രതീക്ഷയോടെ പട്ടികയിലെ അടുത്ത ആളാരാണ്? ദീപ്തി. പരിപ്പെടുത്തട്ടെ, വാക്ക് കിട്ടുന്നില്ല. അങ്ങനെ എന്റെ പേര് വിആർ സത്യദേവ്. എന്റെ പേര് വിആർ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഇറങ്ങി വരുന്നു. പറഞ്ഞോ. ഞാന് ഇപ്പോ നാട്ടിലുണ്ട്. മാധ്യമപ്രവർത്തനം, പെയിന്റിംഗ് അടക്കം എന്തൊക്കെയോ കുറെ പണികൾ ചെയ്യുന്നു. ഇത് എന്റെ ഏക ഭാര്യ. അവൾക്ക് കൃത്യമായ ഒരു തൊഴിലുണ്ട്. ഇന്ത്യൻ സ്കൂളിലെ, ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിലെ ടീച്ചറാണ്. കൊച്ചുമക്കൾക്കും എന്നെ അത്യാവശ്യം അറിയാവുന്ന ഒന്നും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. കഷണ്ടി തടയാണ്. കുടുംബത്തിന്റെ മറ്റേ ലക്ഷണങ്ങൾ അത്യാവശ്യം തയ്ക്കുന്ന വ്യക്തി അല്ലേ. എന്റെ അമ്മമാരെ പോലെയുള്ള കഷണ്ടി തല. അതുകൊണ്ട് മക്കൾക്കറിയാം. Sorry once again, Kiran will narrate the whole story later. Okay, fine. That's good. Oh, you already got a translator. Okay, fine. അപ്പൊ ഏതായാലും ഞാന് ഇത് നെടുക്കുന്നതാണ്. ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളോട് ആരോടും പറയാതെ ഞങ്ങളൊരു കൂട് കൂട്ടി ഒന്ന് ചേക്കേറി നെടുക്കുന്നത്ത് വള്ളിമല എന്ന തറവാടിൽ നിന്നും ഒരു 150 മീറ്റർ അപ്പുറത്ത് ചെറിയൊരു വീട് കോവിഡ് കാലത്ത് കയറി താമസം കഴിഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. എങ്കിലും ഈ ഒരു അവസരം ആ വീട്ടിലേക്ക്, ഒരു എക്സ്റ്റൻഡഡ് വള്ളിമലയിലേക്ക്, നെടുകുന്നത്ത് നിങ്ങളിനി വരുമ്പോൾ ഒരു വീട് കൂടിയുണ്ട്. അവിടേക്കും ഹാർദവുമായി ക്ഷണിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. എല്ലാ നേരത്തും, ഏത് നേരത്തും എല്ലാവർക്കും വള്ളിമല അക്ഷരം എന്ന പേരിട്ടിരിക്കുന്ന ആ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പം നാട്ടിലുണ്ട്. കുറെ വർഷങ്ങളായിട്ട് വെളിയിലായിരുന്നു. എന്റെ ഏക ഭാര്യയെ പരിചയപ്പെടുത്താൻ ഞാൻ മൈക്ക് അവർക്ക് കൈമാറുന്നു. പോലീസ് എന്താ പറയുന്നു? ഞാൻ സുജിത ദേവൻ, ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. കരകച്ചാലാണ് എന്റെ നാട്. എന്റെ പേര് അമൃതവർഷിണി. എന്നെ എല്ലാവർക്കും അമ്മ എന്ന് വിളിക്കാം. ഞാനിപ്പം അഹമ്മദാബാദിലെ NID പഠിക്കുന്നു, ഡിസൈനിങ് പഠിക്കാം. Also to know with the, or I'm not sure what to call you. अगर टूटी फूटी हिंदी में बात कर रहे हैं तो मुझसे कर सकती है. टूटी फूटी में. പ്രായം കൊണ്ട് രണ്ടാമത് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മള് കുഞ്ഞുങ്ങളോട് ഇതൊക്കെ പിന്നീട് പറഞ്ഞു കൊടുക്കാം. മഞ്ജു, ഈ ഇന്നത്തെ കൂട്ടായ്മ ഏറ്റവും കൊതിച്ചതോ ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യം ഉന്നയിച്ചതോ മഞ്ജു ആണ്. അതെ, അങ്ങനെ പറയാം. ഏതായാലും മഞ്ജുവിന് ഇന്ന് വരാൻ പറ്റിയില്ല. മഞ്ജുവിന്റെ ഭർത്താവ് ഹരി, 2 മക്കള്. നമുക്ക് വിശദമായിട്ട് വീണ്ടും പരിചയപ്പെടാം. അടുത്തത് ദീപ്തിയുടെ കൂടോ അതോ നീ നമുക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഓരോ വോട്ട് കിട്ടിയ ആൾക്കാരിൽ ആരെയാണ് വിജയം എന്നറിയാൻ വേണ്ടിയിട്ട് നറുക്കിട്ടെന്ന് പറഞ്ഞ പോലെ മൂത്തയാളെ ഞാൻ ക്ഷണിക്കുന്നു. വിശദമായി പരിചയപ്പെടുന്നു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കത്തി വെട്ടുന്നത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുക. അവരുടെ തലമുറയുടെ വേറെ കുറച്ചുകൂടെ നല്ല രീതിയാണ്. അത് പിന്നീട് അവസരം ഉണ്ടാക്കാൻ ഞാൻ മൈക്ക് കൈമാറും. എൻ്റെ പേര് ആത്മജ, മനു എന്ന് പറയുന്നു എല്ലാവരും. ഞാൻ കോഴിക്കോടാണിപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഡോക്ടർ ബിജു പരിയാരത്താണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികൾ രണ്ടുപേര്. മൂത്ത ആളുടെ പേര് പ്രണവ്, ഒട്ടു എന്നാണ് വിളിക്കുന്നത്. അവൻ കുസാരിലെ ബിടെക് ചെയ്യുന്നു. മോള് അഞ്ജന, ഇപ്പോൾ +2 ആണ്. വാവു എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ 2 ആൾ വീട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾ കോഴിക്കോടാണ് താമസം. നീയോട് വിളിക്കുക. ഞാൻ ഒരു വിളിച്ചിരിക്കാൻ ദീപ്തി. ഡോക്ടർ ദീപ്തി. ഞാൻ ദീപ്തി. എൻ്റെ ഹസ്ബൻഡ് സജീവ് കുമാർ വരാൻ പറ്റില്ല. അത് മൂത്ത മോള് ലക്ഷ്മി ഇപ്പോൾ മെഡിസിൻ ജോയിൻ ചെയ്തു ഈ വർഷം. കൊച്ചാല് ചേർന്ന് കല്യാണി, ലക്ഷ്മി കല്യാണി. പിന്നെന്താണ് വേറെ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് പേരൂക്കളാണ്. പ്രാക്ടീസ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ കൊല്ലം മെഡിക്കൽ കോളേജില്. ഡോക്ടർ സജീവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില്. അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു. ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സ്കിന്നാണ്. സജീവന്റെ നെഫ്രോളാണ്, നെഫ്രോളജിസ്റ്റ്. ഇത്രയാണ് കഴിഞ്ഞു. ഇനി അടുത്താണ് താങ്ക് യു. അടുത്തല്ല മോദക്കെടുത്ത് ആഴം ഇതിന് വാടി സപ്പോർട്ടായിട്ട് പ്ലീസ്. കോമലവലശന്റെ മൂത്ത മകളുടെ ഏറ്റവും ഇളയ മകൻ. സത്യജിത്ത് ഒറിജിനൽ പേര് മാവേലിക്കൊണ്ടെന്ന് വിളിക്കും. അത്യാവശ്യം കെട്ടിടപ്പണിയൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. അതായത് ജോലി ഉണ്ടായിരുന്നു, റിസൈൻ ചെയ്തു 1 വർഷമായിട്ട്. അത് ഭാര്യ രശ്മി, കേന്ദ്രസ്ഥ +2 അധ്യാപികയാണ്. 2 മക്കളാണ്. 2 മക്കള്. മൂത്തയാള് ലക്ഷ്മി ചന്ദ്ര 7ൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് നന്ദബാല 2ല്. പിന്നെ വലിയൊരു അനുഗ്രഹമാണ് ഈ കുടുംബത്തിന്റെ ഭാഗമായി കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നും പറയും ഓണത്തിന് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതും കുഞ്ഞമ്മാവൻ പായസം വെക്കുന്നതും ഒക്കെ. ശരിക്കും ഞാൻ വന്നിട്ട് 14 വർഷമായി ഈ കുടുംബത്തിലെത്തിയിട്ട് ഇതുവരെ അങ്ങനൊന്നും ഓണത്തിന് കൂടിയിട്ടില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മുടെ കുടുംബത്തെ എല്ലാവർക്കും കൂടെ കൂടണം. തീർച്ചയായും പറയാനുള്ളത് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞോളാം. അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റിനെ കണ്ട് മഞ്ജുവാരിയെ വീണ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകും. പിന്നെ മഞ്ജുവാരിയെ പെട്ടെന്ന് പൊക്കാൻ പറ്റിയല്ലേ, അതും പറ്റിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതിൽ നിന്ന് വിടവാങ്ങുന്നേ. ഞാൻ ലക്ഷ്മി, നെടുമുത്ത് സെന്റ് ജോൺ CBSE സ്കൂളിൽ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അടുത്തത് നന്ദബാല എന്ന നന്ദുമ്പോ. ഇനി കാരണം പറയാം. പേരെന്തോ? ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ക്ലാസ്സിലാ? ഓക്കെ. നിർബന്ധിച്ച് പിടിച്ചതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിനകത്ത് വേറെ ആരുമില്ല. സാധാരണ ഹൈന്ദവ കുടുംബങ്ങൾ അല്ലെങ്കിൽ നായർ കുടുംബങ്ങളിലൊക്കെ ഉള്ള കുട്ടി ശ്രീ അപ്പുക്കുട്ടൻ നായരുടെ ആദ്യ പുത്രൻ കൃത്യമാണ് പറയുന്നത് ഭാഷ. ആദ്യ ജാതയല്ല, ആദ്യ ജാതൻ അഥവാ പുത്രന്റെ ആദ്യ പുത്രൻ ആയ ശ്രീ അഭിലാഷ് UK-യിലാണ് ഉള്ളത്. അഭിലാഷിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാവില്ല, എനിക്ക് ആത്മവിശ്വാസമില്ലാതെ പോയതിൽ എനിക്ക് പശ്ചാത്തലമുണ്ട്. അടുത്ത യോഗത്തിൽ തീർച്ചയായിട്ടും തിരുത്തുന്നതായിരിക്കും. എന്നാൽ അബദ്ധം പറയണ്ട എന്ന് കരുതി ഞാൻ ഡോക്ടർ ആത്മജയ്ക്ക് മൈക്ക് കൈമാറും.
അഭിലാഷ് UK വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറാണ് ആൻസ്റ്റോമില്. വൈഫ് മായ, പിന്നെ 2 കുട്ടികളാണുള്ളത്. മൂത്തത് മോൻ ഡേവിഡ്, നന്ദൂന്ന് വിളിക്കും. ചെറിയ ആള് യശസ് ശമ്പു. ഇവര് മൂത്ത ആള് ഇപ്പോ അവരുടെ 6th സ്റ്റാൻഡേർഡ്, ചെറിയ ആള് 1st. സ്റ്റേജും കോവിഡ് സ്പ്രെഡിനെ കുറിച്ച് വളരെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് ഈ പറയുന്ന ആശങ്ക അന്ന് പങ്കുവച്ചു. എന്ന് വരാൻ പറ്റില്ല. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു പറയുന്നു ഒക്കെ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സജീവമായി എന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇടയെടുപ്പം വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ വിട്ടുപോയതല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയത് കുടുംബത്തിലെ മക്കളിൽ 2ാം സ്ഥാനത്തുള്ള മഞ്ജു ഈ യോഗത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആഗ്രഹിച്ച വ്യക്തി. അവളെ കുറിച്ച് കൂടുതൽ പറയാനും ഞാൻ സ്വസഹോദരിയെ ചുമതലപ്പെടുന്നു. മഞ്ജുച്ചി ശരിക്കുള്ള പേര് അഞ്ജലി എന്നാണ്, എല്ലാവരും മഞ്ജു എന്ന് വിളിക്കും. ആളൊരു ഹോമിയോ ഡോക്ടറാണ്. ഹസ്ബൻഡ് ഹരിച്ചേട്ടൻ, ചേട്ടനും ഒരു ഹോമിയോ ഡോക്ടറാണ്. ചേട്ടൻ തലശ്ശേരിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരിപ്പോ കോഴിക്കോടാണ് വീട് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. 2 കുട്ടികളാണ്. മൂത്ത മോൻ ശ്രീഹരീഷ്, അവനിപ്പോ MBBS ജോയിൻ ചെയ്തു. ഇപ്പോ മോള് ഇപ്പൊ ഇനി 10th ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. മോള് ശ്രീലക്ഷ്മി, ശ്രീഹരിയും ശ്രീലക്ഷ്മിയാണ് കുട്ടികളുടെ പേര്. പോലീസുകാരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വരണം. ഡോക്ടർ ദിവ്യ, ഡോക്ടർ എന്ന് പറയുന്നത് അവള് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു. എന്നാലും കോമല കിഴക്കിയതിൽ കുടുംബത്തിന്റെ സ്വകാര്യ അഹങ്കാരം, അഭിമാനം എന്നല്ല പറയുന്നത്, അഹങ്കാരം. ഈ പെങ്ങള് തിരുവനന്തപുരം അടക്കി വാഴുമ്പോ അവിടെ ഉണ്ടാകാൻ പറ്റാതിരുന്നു. പണ്ടാണെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളൊരു തന്നേടെ ഉണ്ടായിരുന്നുള്ള എന്തെങ്കിലും തോന്നിയാസം കാണിക്കുമ്പോ ഇപ്പൊ എനിക്ക് തന്നേടൊക്കെയോ എന്തായാലും നിങ്ങളുടെ എങ്ങനെ ഉണ്ടാകാൻ നോക്കുന്നത് അല്ലേ. ഏതായാലും അത് കഴിഞ്ഞ് ഇപ്പൊ ഒത്തില്ല, ഒക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ അദ്ദേഹം തീരുമാനിക്കണം, നോക്കാം. ഏതായാലും ഡോക്ടർ ഗോപിനാഥൻ നായരുടെയും ഡോക്ടർ വസന്തയുടെയും ദ്വിതീയ പുത്രി ഡോക്ടർ ദിവ്യ IPS ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഫോർമൽ ഇൻട്രഡക്ഷൻ പറയാം. പേരെല്ലാവർക്കും അറിയാം, ദിവ്യ. ഞാനിപ്പം എക്സിക്യൂട്ടീവ് അണ്ടറായിട്ട് ജോലി ചെയ്യുന്നു. ശ്രേയ പലരും എനിക്കൊന്ന് 3rd ജനറേഷൻ ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ശ്രേയ 10th ചെമ്പകയിൽ ICC ഇപ്പൊ 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ചേട്ടൻ വിവേക്, ചേട്ടനെ അധികം കണ്ടിരിക്കാൻ വഴിയില്ല, പക്ഷെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ചേട്ടൻ കാർഡിയക് സർജനാണ്. ശ്രീചിത്രയിലെ അഡീഷണൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത്രയാണ് ഫാമിലി ഇൻട്രഡക്ഷൻ. പക്ഷെ ഒരു കാര്യം എസ്പെഷ്യലി ദ നെക്സ്റ്റ് ജനറേഷൻ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ആണ്. ഇപ്പം ചേട്ടനൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത്, എപ്പോഴും ഓണത്തിന് നമ്മൾ വരുന്നതും എല്ലാവരും കസിൻസ്, ചിറ്റപ്പനും അമ്മമാരും എല്ലാം അകത്തിരുന്ന് എന്താണ് തോരനും അവിയലും എല്ലാം അരിയുക. ചിറ്റപ്പൻ ശശിറ്റപ്പനും നമുക്ക് ഊഞ്ഞാലിട്ടരും, പിന്നെ ശശിറ്റപ്പനും ഭാസ്കരൻ ചിറ്റപ്പനും എല്ലാം പായസം മറ്റേ വലിയ അടുപ്പില് പുറത്തിരുന്ന് വലിയ പായസം ഉണ്ട്. പടം നമുക്ക് ഇഷ്ടമല്ല, തലക്കെട്ടും. അതെ, അപ്പൊ നമുക്കെല്ലാം മറ്റേ പാൽപ്പായസമാണ് ഇഷ്ടം. പക്ഷെ ഇതും മറ്റേ തേങ്ങാപ്പാലും ഒക്കെ ഇട്ട ഒരു വലിയൊരു പ്രോസസ്സാണ് അവിടെ കുറെ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാം രാവിലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. താഴെ തകരയിൽ പോയില് മീൻ പിടിക്കുന്നു, തോർത്തിട്ട് മീൻ പിടിക്കുന്നു, അവിടെ നീന്തുന്നു, പിന്നെ തിരിച്ചു കയറി അവിടെ ഫുൾ കറങ്ങി നടന്ന് അവിടുത്തെ തന്നെ കൂട്ടിലിട്ട് അത്തപ്പൂ ഇടുന്നു. അപ്പം പിന്നെ ഉള്ളത് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പൂപ്പനും വല്യച്ഛനും സെന്ററിൽ ഫ്രണ്ട് ലീഡ് പൊസിഷനിലിരിക്കുന്നു. ബാക്കി നമ്മളെല്ലാം ലൈനായിട്ട് അച്ഛന്മാരെല്ലാവരും പിന്നെ കുട്ടികളെല്ലാവരും തലയിലിരുന്ന് അതൊരു ഭയങ്കര ഒരു ഫീലിംഗ്. പ്രോബബ്ലി അന്ന് നമ്മൾ അങ്ങനെ ഇരുന്ന് നമ്മുടെ മെമ്മറീസ്. പക്ഷെ നമ്മുടെ പേരൻസ് അങ്ങനെ ഒരു മെമ്മറീസ് നമുക്ക് തന്നു. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എത്രത്തോളം ആ മെമ്മറീസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചോദിക്കണം. നമ്മളെല്ലാവരും തിരക്കായി, എല്ലാവരും നമ്മുടെ തിരക്കിൽ ബിസി, എല്ലാവരും ബിസിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും, കാര്യം നമുക്കൊരു ആവശ്യം വന്നാൽ എപ്പോഴും നമ്മൾ നാച്ചുറലി ഓടിപ്പോവുക നമ്മുടെ ഫാമിലിയോടാണ്. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ. പക്ഷെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും എസ്പെഷ്യലി കുട്ടികൾക്ക് ഈ മോള് പറഞ്ഞില്ലേ, മോള് പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലോട്ട് പോയി. അവിടെ വന്ന് എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, സംസാരിക്കാൻ ആരില്ല എന്നുള്ളത് എല്ലാവരുടെയും ഫീലിംഗ് ആണ്. പക്ഷെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മേ ബി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ നെക്സ്റ്റ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഇനി വാട്സ്ആപ്പ്. ദിസ് ഇസ് എ ഗുഡ് ബിഗിനിങ് ആൻഡ് വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മൾ ആദ്യം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു
മാക്സിമം 10-12 പേരൊക്കെ വരാൻ പറ്റുള്ളൂ. പക്ഷെ സച്ച് എ നൈസ് തിങ് നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ആക്ച്വലി മഞ്ജു ചേച്ചി വരാത്തതിനകത്ത് ഒത്തിരി വിഷമം. മഞ്ജു ചേച്ചിയാണ് ഇത് ആദ്യം തുടങ്ങിയത് നമ്മളെല്ലാം കാണുന്നതെന്നുള്ളത്. പക്ഷെ എന്നാലും മഞ്ജു ചേച്ചി നെക്സ്റ്റ് ടൈം വരും. പിന്നെ മഞ്ജു ചേച്ചി പക്ഷെ ബാക്കി എല്ലാവരും ഉണ്ട്. സോ വന്നതിന് എല്ലാവർക്കും വളരെ നന്ദി. ആൻഡ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി ഓഫ് ദിസ് ഫാമിലി ആൻഡ് വെരി പ്രൗഡ് ദാറ്റ് വി ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ് ഫീലിംഗ്. സോ അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു. ആൻഡ് എല്ലാവർക്കും വളരെ വളരെ ദൈവം എല്ലാം നൽകുന്നതിന്റെ ഇമോഷണൽ സെന്റിമെന്റൽ ഇതിലെ ശങ്കരൻ നായരുടെയും മാധവിയമ്മയുടെയും രണ്ടാമത്തെ മകളും കുടുംബവുമാണ് നമുക്കൊപ്പമുള്ളത്. ആദ്യം അവളുടെ ചേച്ചിയെ കൂടുതൽ പരിചയപ്പെടുത്തട്ടെ. അത് കഴിഞ്ഞ് അവളുടെ ഫാമിലിയിലേക്ക് പോകും. അല്ലേ? ഞാൻ മൈക്ക് പിടിച്ചോ. എന്റെ ചേച്ചിയുടെ പേര് മായ. ചേച്ചി കുറ്റിപ്പഴങ്ങാട് ഇടുക്കി ഡിസ്ട്രിക്റ്റില് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകയാണ്. ചേട്ടൻ മേരിയിലാണ്. അവർക്ക് 2 കുട്ടികൾ, അഗമ്യയും അദ്വൈതയും. അഗമ്യ 5ാം ക്ലാസ്, അദ്വൈത UKG. അവര് താമസിക്കുന്നത് പള്ളിക്കപ്പുറം, കോട്ടയം പള്ളിക്കപ്പുറം. എന്റെ പേര് ഉമ. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 2 കുട്ടികൾ. എന്റെ ഹസ്ബൻഡ് HDS ബാങ്ക്. മറ്റേ ഇടയ്ക്ക് പറയാം, നമ്മള് ഗതിയില്ലാത്തതുകൊണ്ട് അവതാരകരായിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ തൊഴിൽ വേറെ ആണെങ്കിലും നല്ല കുടുംബത്തിലേക്ക് വന്നതിൽ നല്ല മികച്ച ഒരു അവതാരകർ ഇവിടെ നിൽക്കുക. ഞാൻ ഇടയ്ക്ക് കയറി പറയുന്നു, അവള് പറയുന്നത് ശരിയല്ല. മൈക്ക് ഗ്രൂപ്പിന് വീണ്ടും കൈമാറുകയാണ്. കേട്ടോ, എന്റെ പേര് ശ്രീമോഹൻ. HDFC ബാങ്കില് ആലപ്പിയിൽ വർക്ക് ചെയ്യുന്നു, സീനിയർ മാനേജറായിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 11 വർഷം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ. ഓൾവേസ് എനിക്ക് ഈ ഗെറ്റ് ടുഗദറും ട്രിപ്പും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ഒരു തുടക്കമാവട്ടെ. കൂടുതൽ എല്ലാം ഓരോ വർഷം തോറും ഇങ്ങനെ ഒരു പീരിയോഡിക്കലി ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. ഒരു നല്ലൊരു ഗെറ്റ് ടുഗദർ ആവും. വളരെ സന്തോഷം. മോള് ശ്രേയ മോഹൻ. പെട്ടെന്ന് കൊച്ചത്തിലെ പഠിക്കുന്ന എനിക്ക് 2 3 ചെറുത് ശ്വേത മോഹൻ, 9 മാസം പ്രായത്തിൽ. ചുമ്മാ അണവാണ്. കൊച്ചിന്റെ ക്ലാസ് നടന്നിട്ടൊന്നുമല്ല. അതിന് പിന്നിലുള്ള സംഭവം പറയാതിരിക്കാൻ പറ്റുകയല്ല. ടിക്ടോക്കിലെ ഭയങ്കര താരങ്ങളാ രണ്ടും. അപ്പനും മോളും കൂടെ എത്ര വീഡിയോ ആയാലും നടക്കുന്നത്. ഏതായാലും ഇൻട്രൊഡക്ഷൻ സ്വാഭാവികമെന്ന് തോന്നത്തക്ക രീതിയിൽ അതിമനോഹരമായി നല്ലൊരു അവതാരകൻ മാത്രമല്ല, അഭിനേതാവും കൂടിയാണെന്ന് തെളിയിച്ചു എന്റെ അളിയൻ. ഒരു കൈയോട് വിട്ടേ. കൂടുതൽ അഭിനയം കാണാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ കീർത്തി. ഹസ്ബൻഡ് പ്രമോ. മോന മോഹിൻ കൃഷ്ണൻ. മോഹിയില് വീട്ടിൽ വിളിക്കും. എറണാകുളത്ത് ഞാനിപ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റിസോർട്ടിന്റെ നിൽക്കുന്ന പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇവിടെ അടുത്ത് തന്നെ, ഇവിടുന്ന് കുറച്ചപ്പുറത്താണ് എന്റെ PSC. മോഹിത്ത് മോഹിയിൽ വിളിക്കും. അവന് അവിടെ തന്നെ grade 4 പഠിക്കുന്നത്. ചേച്ചി പറഞ്ഞ പോലെ, ഇവിടെ പലരും പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഓർമ്മകളാണ്. എന്റെ പേര് മോഹിത് കൃഷ്ണൻ. ഞാൻ grade 4 പഠിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ കുറച്ച് എല്ലാവരും ഒന്ന് ഇൻട്രോവേർട്ടായി നിൽക്കാൻ തോന്നിക്കും. അത് അങ്ങനെയായിരുന്നു ആദ്യം വരുമ്പോ. ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ചെറുപ്പത്തിലെ. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നല്ല ഓർമ്മകളാണ്. നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും. ഇവരുടെ ജനറേഷൻ മോഹിയൊക്കെ ഒരു ഫ്ലാറ്റിനകത്ത് അടച്ചിട്ട് വളർത്തുന്ന ഒരു അവസ്ഥയാണ്. അവര് നിങ്ങൾ ആരെയും അറിയില്ല. അപ്പൊ ഞാൻ ഇന്നലെ തൊട്ട് ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് പേര്, മനുചേച്ചി അറിയാം, കത്തീനെ അറിയാം, അങ്ങനെ കുറച്ചു പേരെ അങ്ങനെ അറിയാവുള്ളൂ. പക്ഷെ നമ്മളെ അനുഭവിച്ച ആ ഒരു സന്തോഷം ശരിക്കും അവർക്ക് കിട്ടുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ഗെറ്റ് ടുഗദറോട് കൂടി നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു വലിയ കാര്യം. ഇനി പറഞ്ഞ പോലെ ഇതിനൊരു തുടക്കം കിട്ടുന്ന മഞ്ജു ചേച്ചിയാണ്. ഇനി അങ്ങോട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ പീരിയോഡിക്കലായിട്ട് കൂടാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം.
ഇങ്ങനെ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡിനെ ഞാൻ പ്രഭു എറണാകുളത്ത് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നു. ഇത് കിരണം അതുപോലെ പ്രത്യേകിച്ച് എല്ലാവരും കൂടെ ചേർന്ന ബാങ്ക് നല്ലൊരു ഫംഗ്ഷനാണ്. ഒരുപാട് പേരെ കാണാൻ പറ്റി. കാണാത്ത പല മുകളുണ്ട്. ചേട്ടനൊക്കെ നമുക്ക് അറിയിക്കാം, ഗോഡ്നേഴ്സാണ്, കുഴപ്പമില്ല. പക്ഷെ പുതിയൊരാളെ പരിചയപ്പെടാൻ പറ്റി. അടുത്തവർ തുടരാൻ നല്ല ഫംഗ്ഷൻ. കോമലക്കിടക്കതിൽ ഭാസ്കരൻ സീമന്ത പുത്രനും കുടുംബം. കൺസൾട്ടന്റ് മെറ്റോളജിസ്റ്റായിട്ട് മെഡിക്കൽ റിസർച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇതിന്റെ ഭാര്യ ഗായത്രി. വീട് പെരുമ്പാവൂരാണ്. ഗായത്രി. ഞങ്ങൾ 2 കുട്ടികൾ. മൂത്ത ആള് ആര്യൻ, അവനിപ്പം UKG-യിലാണ്. രണ്ടാമത്തെ ആള് പൃഥ്വി, അവനിപ്പം 1.5 വയസ്സ്. നമുക്കെല്ലാവർക്കും ഉള്ളത് ഒരേ സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷകളുമാണ്. കൂടുതൽ ഓർമ്മിപ്പിക്കുന്നില്ല. ഞാൻ ഗായത്രി. ഞാൻ ഇപ്പോൾ അമൃതയില് ബയോകെമിസ്ട്രി 9th ഇയർ പഠിക്കുന്നു. എല്ലാവരെയും ഞാൻ ഒറ്റയ്ക്കിടയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പിന്നെ 2 കുട്ടികൾ. എന്റെ പേര് ആര്യൻ എന്നാണ്. ഞാനിപ്പോ UKG-യിലാണ് പഠിക്കുന്നത്. UKG ബാലനന്ദ സ്കൂളില്. എനിക്ക് 5 വയസ്സാണ്. ആ അക്ഷരസ്ഫുടയ്ക്ക് ഒരു കൈകടിയും കൂടെ കൊടുക്കണം. ആ ക്ലാരിറ്റി കേട്ടോ. ആ അത് കുടുംബത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്തത് അടുത്ത വാവ. നമ്മുടെ അടുത്ത ആഘോഷത്തിനുള്ള ഇര അല്ലേ? അതെ, കർശനമായ നിർദ്ദേശം കൊടുക്കുകയാണ്. അടുത്ത യോഗത്തിൽ വരുമ്പോൾ കുടുംബസ്ഥനായിട്ട് വരിക. നമ്മുടെ അച്ഛനുണ്ടോ ഉന്നത തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം വേണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഭംഗിയാണ് നോക്കുന്നുണ്ട്. അങ്ങോട്ട് ശരിയാവില്ല. സുഖിച്ച രസിച്ച കളിച്ച് നടക്കുകയാണ്. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു PSC-യിൽ വർക്ക് ചെയ്യുവാണ്. നെട്ടൂര്. നമ്മുടെ ലക്ഷൂരിന്റെ അടുത്തുള്ള ഒരു PSC ആണ് നെട്ടൂര്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പെഷ്യൽ എക്കണോമിക്സ് ഒരു ഫാക്ടറിയാണ്. അവിടുത്തെ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2 സ്ഥലത്തും പോകുന്നുണ്ട്. പിന്നെ രാവിലെ സ്ഥലത്ത് ഉച്ചയ്ക്ക് മറ്റൊരു സ്ഥലത്ത് അങ്ങനെ പോവാണ്. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഹാപ്പിയാണ്. തനിച്ചുള്ള സുഖം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കിരൺ. കോമലക്കിഴക്കേത് കുടുംബത്തിൽ നിന്നും അനന്ത വിഹായസുകളിൽ പറന്നു നടക്കുന്നവൻ പുരുഷോത്തമൻ പിള്ളയുടെ പുത്രൻ ശ്രീ കിരൺ. കൂടെയുള്ള ആൾക്ക് മനസ്സിലാവണമെങ്കിൽ അവന് തന്നെ പറഞ്ഞു കൊടുക്കണം. എന്റെ പേര് കിരൺ. ഞാൻ ഇന്ത്യൻ നേവിയിലാണ്, പൈലറ്റാണ്. ഞങ്ങൾ എറണാകുളം തന്നെയാണ് സെറ്റിൽ. ഇത് വൈഫ് നുപുർ, മലയാളിയല്ല. But you can call me Manu. Everybody calls me Manu. It's a little easier than Nupur. So, and I'm working with Indigo Airlines. And we are expecting Manu or Kiran in June. കുടുംബം വീണ്ടും വലുതാകാൻ പോവുകയാണ്. താങ്ക് യു കിരൺ ആൻഡ് നോബോർ. The family is getting bigger and bigger. ഇരട്ടകൾ ശ്രീ ശശികുമാറിന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് കോമലശങ്കരൻ നായരുടെയും മാധവിയുടെയും ഏറ്റവും ഇളയ പുത്രന്റെ ഇളയ പുത്രൻ. എന്റെ പേര് ADRSH. എന്റെ പേര് ADRSH ആദർശ.
ഇങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം. ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട്. അവളുടെ പേര് അക്ഷയാസ് എന്നാണ്. ഞാൻ 1 മിനിറ്റ് മൂത്താണ്. അവളിപ്പോൾ BDS പഠിക്കുക, 3rd year. അച്ഛൻ പെൻഷൻ പറ്റി വീട്ടിൽ ഇരിക്കുന്നുണ്ട് 2 വർഷമായിട്ട്. വേറെ പഠിക്കൊന്നും പോകാറൊന്നുമില്ല. ഞാനും കൂടെ കഷ്ടപ്പെട്ടാണ് കുടുംബം കൊടുക്കുന്നത്. ഞാനിങ്ങനെ BCom കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. 2 ദിവസം കിട്ടാത്തതുണ്ട്. അത് കിട്ടുന്നത് വരെ എഴുതണമെന്ന് ഇവിടെ പറയുന്ന കേട്ടു. അടുത്ത ഓണം നമ്മളൊക്കെ ഒരുമിച്ച് കുടുംബത്തിൽ കൂടുന്നുണ്ടെന്ന് കേട്ടു. അത് നല്ല അഭിപ്രായമാണ്. പണ്ടോട്ടെ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. ഇതിനു മുമ്പ് ഓണത്തിന് കൂടാൻ പറ്റിയത് അച്ഛമ്മ ഉണ്ടായിരുന്ന സമയത്ത് അവസാനമായിട്ട് കൂടിയത്. അന്ന് ഭയങ്കര നല്ലതായിരുന്നു. ആ മെമ്മറീസ് ഒക്കെ എപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. ഇനി അങ്ങനെ കൂടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതോടുകൂടി പൂർണ്ണമായിരിക്കുന്നു. സാധാരണ യോഗങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ വേണ കലാപരിപാടികളിലേക്ക് കടക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും വലിയ കല എന്ന് പറയുന്നത് ഭാരതീയതയില് സ്വന്തം ശരീരത്തെ സുന്ദരമായി സംരക്ഷിക്കുക എന്നുള്ളത്. യോഗികൾ പോലും അങ്ങനെയായിരുന്നു. അപ്പോ അടുത്ത നടപടി ആഹാരമാണ്. അത് കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നൂടെ തീരുമാനിച്ചിട്ട് നമുക്ക് ആഹാരത്തിനായിട്ട് പിരിയാം. तुझको चाहूं मैं टूट के, जाना कभी ना रूठ के, हो तुझको चाहूं मैं टूट के, जाना कभी ना रूठ के। जैसे बिना रूह के जिस्म हो कोई, जैसे बिना वफा के इश्क कोई, तेरे बिना तेरे बिना के तेरे बिना तुझे बांध के मैं तावीज़ सा अपना बना लूं मैं खुदा, यही मिन्नते यही है दुआ, इश्क मुकम्मल हो मेरा। यही मिन्नते है मेरी, आए ना जुदाई, बेजार से जहां मैं जीऊंगा नहीं तेरे बिना।